കോൾഡ് കട്ട് സാൻഡ്വിച്ചിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാനിപ്പം ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ബേക്കിംഗ് ഡിഷ്. അതിനകത്തോട്ട് നമുക്കൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് എല്ലായിടത്തോട്ടും ഒന്ന് ആക്കണം. എന്നിട്ട് കോൾഡ് കട്ട്സ് അതിനകത്ത് നിരത്തി വെച്ചിട്ട് നമുക്കതിനെ ബേക്ക് ചെയ്തെടുക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഞാനിവിടെ ഹാമും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ കൊണ്ടിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ ഹാമാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് ഒരു ലെയർ അതിൻ്റെ ഏറ്റവും ബോട്ടത്തിൽ ഇങ്ങനെ ലെയർ ചെയ്ത് വയ്ക്കാം. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ കുറച്ച് ചീസ്, അത് ഏത് ചീസും നല്ലതാണ്, നല്ല ഗ്രേറ്റ് ചെയ്ത ചീസാണ് കുറച്ചുകൂടെ നല്ലത്. ഈവൺലി എല്ലായിടത്തും അങ്ങ് സ്പ്രെഡ് ചെയ്ത് ആയിക്കോളും. അപ്പോൾ ചീസ് ഗ്രേറ്റ് ചെയ്ത് ഒരു ലെയർ അതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ബ്ലാക്ക് പെപ്പർ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് ഹെർബ്സ് ആയിട്ട് ഞാനിപ്പോൾ ഒറേഗാനോ ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളിൽ റോസ്മേരി ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഒരു ലെയർ ഒറേഗാനോ ഇട്ട് കൊടുത്തു. ലെയറല്ല, ജസ്റ്റ് അതൊന്ന് സീസണിങ് ചെയ്തു. പിന്നെ പാപ്രിക്ക പൗഡർ. അപ്പോൾ ഇതൊക്കെ നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് വരുമ്പോഴാണ് നല്ലതായിട്ട് വരുന്നത്. പാപ്രിക്ക പൗഡർ ഇല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ, പക്ഷേ റോസ്റ്റഡ് കാശ്മീരി ചില്ലി പൗഡർ വേണം യൂസ് ചെയ്യാനായിട്ട്. പിന്നെ അതിൻ്റെ മുകളിൽ നല്ല ബോയിൽ ചെയ്തിട്ട് സ്ലൈസായിട്ട് തിന്നായിട്ട് സ്ലൈസ് ചെയ്ത പൊട്ടാറ്റോസ് അതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലോട്ട് ഇപ്പം ഫുൾ ഓൾമോസ്റ്റ് ലെയർ ചെയ്ത് കഴിഞ്ഞു പൊട്ടാറ്റോസ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് സോൾട്ടൊന്ന് നമുക്ക് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. പൊട്ടറ്റോ ബോയിൽ ചെയ്യുമ്പോൾ സോൾട്ട് ഇട്ട് ബോയിൽ ചെയ്യണം എന്നാണ് പറയുന്നത്. പക്ഷെ എന്നാലും കുറച്ച് സോൾട്ട് നമുക്ക് അതിൻ്റെ മുകളിലൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. പൊട്ടറ്റോയുടെയും ചീസിൻ്റെയും മുകളിൽ ഞാൻ ബട്ടർ ഇങ്ങനെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ബോയിൽഡ് എഗ്ഗ് ഇങ്ങനെ ഒരു ലെയറായിട്ട് അത് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് സോൾട്ടും പെപ്പറും ഒന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മുകളിൽ ചിക്കൻ സലാമി ഒരു ലെയർ ഇട്ട് കൊടുക്കുന്നു. ഇത് പല മീറ്റ് വെച്ച് ചെയ്യാം. ഞാനിപ്പോൾ കാണിക്കുന്നത് ചിക്കൻ വെച്ചിട്ടാണെന്ന് മാത്രം. ഇത് തന്നെ സെയിം തന്നെ നമുക്ക് പോർക്ക് വെച്ചിട്ടും ചെയ്യാം, ബീഫ് വെച്ചിട്ടും ചെയ്യാം. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ചീസ് ഇട്ട് കൊടുക്കുക. സാൻഡ്വിച്ച് ഫില്ലിങ്സ് ഓൾമോസ്റ്റ് റെഡിയായി. ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടറും കൂടി ഇട്ടിട്ട് നമുക്കിത് പ്രീ ഹീറ്റഡ് ഓവനിൽ ഒന്ന് ജസ്റ്റ് മുകളിൽ ആ ചീസൊക്കെ മെൽറ്റായി ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ നമുക്കതിനെ ഒന്ന് ബേക്ക് ചെയ്ത് എടുക്കാം. ഒരു ടൈപ്പ് ബ്രെഡിൽ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് കാണിച്ചു തരുന്നുണ്ട്. ഒന്ന് ഡിന്നർ റോൾസാണ്, ഒന്ന് ഇങ്ങനത്തെ സ്ലൈസ് ബ്രെഡാണ്. പിന്നെ നോർമൽ സ്ലൈസ് ബ്രെഡ് ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതന്നേ ഉള്ളൂ. ആദ്യമായിട്ട് മയണൈസ് രണ്ട് സൈഡിലും ഒന്ന് പരട്ടുക ബ്രെഡിൻ്റെ. അത് കഴിഞ്ഞ് കുറച്ച് മസ്റ്റർഡ് പേസ്റ്റും കൂടെ, അതായത് കടുക് പരിപ്പ് അരച്ചതാണ്. മസ്റ്റർഡ് പേസ്റ്റായിട്ട് തന്നെ വാങ്ങിക്കാൻ കിട്ടും. അതൊരു സൈഡിൽ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ആ ബേക്ക് ചെയ്തത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ. കണ്ടോ, ചീസൊക്കെ നല്ല മെൽറ്റായി ലൈറ്റ് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ സാൻഡ്വിച്ചസിൻ്റെ ഇതിൻ്റെ മുകളിൽ ഞാൻ ഒരു ലെറ്റസും ഐസ്ബർഗ് ലെറ്റസും പിന്നെ കുക്കുംബർ, ഓണിയൻ റിങ്സ്, ജലാപ്പെനോസ്, jerkins ഇതാണ് ഇപ്പോൾ ഞാൻ ചേർക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ആവശ്യമുള്ളത് ചേർക്കാം. അപ്പോൾ ആ ബ്രെഡിൻ്റെ സൈസ് അനുസരിച്ചിട്ട് നമുക്കതിനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. അത് എല്ലാം കൂടെ നമുക്ക് ആ സാൻഡ്വിച്ചിൻ്റെ മുകളിൽ ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ പൊട്ടറ്റോയും എഗ്ഗും ചീസും ഹാമും
സലാമിയും എല്ലാം ഉണ്ട്. ഇനി നമുക്ക് അടച്ചു വെക്കുന്ന ലെയർ ഓഫ് ബ്രെഡിലും കൂടെ കുറച്ച് മയണൈസ് അപ്ലൈ ചെയ്യണം. അപ്പോഴേ അത് നല്ല മിക്സ് ഇങ്ങനെ ഒട്ടിയിരിക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഒരു സാൻഡ്വിച്ച് റെഡിയായി. 2 ഷേപ്പിൽ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നുള്ളൂ. സെയിം ഫില്ലിങ്സാണ് രണ്ടിനും യൂസ് ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസും കുറച്ച് സാലഡും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു ഫുൾ മീലായിട്ട് ഇതിനെ എടുക്കും. ഇനി ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, അതിൻ്റെ അകത്തെ ഫില്ലിങ്സ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ഒരു വെറൈറ്റി ആയിട്ടുള്ള സാൻഡ്വിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാനിത് പ്രസൻറ്റ് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം.